ടി വി തുറക്കാൻ വയ്യ. സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ട് ഇവിടെ കണ്ട് എന്തൊക്കെ ബഹളം കേൾക്കുന്നത്. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല. ഇരിപ്പില്ല അല്ലേ? ഉറപ്പ്? ഉറപ്പാ. എത്ര വർഷം മുമ്പായിരിക്കും പുള്ളി മരിച്ചത്? എങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് മുഖത്തെ ചിരി? കള്ളം ചിരിക്കുന്നുണ്ട്. ക്യാമറ മുമ്പ് ചിരി. കിട്ടിയ സാധനം കിട്ടിയോ? സാധനം കിട്ടിയോ? കണ്ടുപിടിച്ചു കേട്ടാ. ഞാൻ അങ്ങനെ നിധിയെല്ലാം കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ടോ? കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ സാധനം കയ്യിൽ കിട്ടുന്ന പോലെ എത്തിയിട്ടുണ്ട്. പക്ഷേ താന്നു ഈ സാധനം സർപ്പം ഭൂതങ്ങൾ കാവല, അവർ തരികയില്ല. ഇന്നൊരു ഹോൾസെയിൽ കച്ചവടക്കാരനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇദ്ദേഹം ഒരു വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നാട് വിട്ടു പോയ ഒരാൾ എവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഇദ്ദേഹം കണ്ടുപിടിക്കും. നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കും. എവിടെ വെള്ളമുണ്ട്, എവിടെ മൃഗമുണ്ട്, എവിടെ മനുഷ്യനുണ്ട്, അങ്ങനെ ഭൂമിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഗംഭീര ആളെ കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇളയപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നാട് വിട്ടുപോയി. എവിടെയൊന്നും ഒരു പിടിയില്ല. ചുമ്മാ ഇരുന്നതാണ്. നന്നായിട്ട് കഴിച്ചുകൊണ്ട് വീട്ടിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സുഖിച്ച് ജീവിച്ച മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ എവിടെയോ പോയി. ഇനി ആ പുള്ളി എവിടെയുണ്ട്, ജീവനോടുണ്ടോ, ഒന്നും ഒരു പിടിയുമില്ല. എന്തായാലും അതിനെല്ലാം കാണാൻ, അതൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റുന്ന ഒരാളാണ് ഇത് എൻ്റെ മുമ്പിൽ ധ്യാന നിമഗ്നായിട്ടിരിക്കുന്നത്. കണ്ടോ? അദ്ദേഹം ഈ ആൽത്തറ ചൂട്ടിയിരിക്കുകയാണ്. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് കാണുന്നുണ്ട്. അമേരിക്കയിൽ എന്താ നടക്കുന്നത്, തമിഴ്നാട്ടിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് സംഭവം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം അറിയുന്നുണ്ട്. ഞാൻ പോലും വന്ന കാര്യം ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നുണ്ടായിരിക്കും. അല്ലേ? അറിയുന്നുണ്ടായിരുന്നോ? ഉണ്ട്. ഞാനിപ്പോൾ എന്തിനാ വന്നതെന്ന് അറിയാമോ ജോൽസിനെ? ആരെയോ കാണാതെ പോയി. കറക്റ്റ്. അതെങ്ങനെ മനസ്സിലായി? ഒരാൾ വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഇളയപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് എങ്ങോട്ടോ പോയി. എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഇപ്പം ജീവനോട് ഉണ്ടാവുമോ പുള്ളി? പെൻഡൽ ശാസ്ത്രം അനുസരിച്ച് പറയാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറ്റില ജ്യോതിഷം കേട്ടിട്ടുണ്ട്, പിന്നെ മഷിനോട്ടമുണ്ട്, തത്തമ്മയെ കൊണ്ട് കഥ പറയിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ഇത് പെൻഡുലം, അത് കാണിച്ചു കൊടുത്ത്, ആയുധം ഒന്ന് കാണിച്ചു കൊടുത്ത്. ഇതാണ് പെൻഡുലം ജ്യോതിഷം എന്ന് പറയുന്നത്. ഇത് ആൾക്കാർക്ക് അറിയത്തില്ല ഈ സാധനം എന്താണെന്ന് കേട്ടോ. ഉണ്ട്. ഈ സാധനം വെച്ചാണ് കൃത്യമായിട്ട് നമ്മുടെ ജോലിസും കാര്യം പറയാൻ പോകുന്നത്. ഇതിട്ട് ഇതിൻ്റെ സംഭവമേ എന്താണെന്ന് ഇതെല്ലാം പെൻഡലാണ്. ഇതെല്ലാം പെൻഡലോ അല്ലേ? സാധാരണ ഉപയോഗിക്കുന്നത് ഈ പെൻഡലാണ് ഉപയോഗിക്കാറില്ല, രുദ്രാക്ഷം. അപ്പോൾ ഇത് വെച്ചാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് ഗണിച്ച് പറഞ്ഞേ. അദ്ദേഹം ജീവനോടുണ്ടോ നോക്കട്ടെ. ഇവിടുന്ന് നാട് വിട്ട് പോകുമ്പോൾ 26 വയസ്സായി. പുള്ളി ഇപ്പം ഉണ്ടോ ഇല്ലയോ കറക്റ്റായിട്ട് നമുക്ക് ആ ഇളയപ്പൻ ഇപ്പം ജീവനോടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇദ്ദേഹം പറയും. ജീവനോടെ ഉണ്ടല്ലേ? അപ്പം ജീവനോടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണെന്ന് ഇന്ത്യക്കകത്താണോ പുറത്താണോ എന്തായിരിക്കും എന്തറിയാം. അതും കൃത്യമായിട്ട് നോക്കിയോ നിങ്ങൾ. ആ ആട്ടമുണ്ട്, ആ ആട്ടത്തിലാണ് കാര്യം ഇരിക്കുന്നത്. ഇന്ത്യക്കകത്തുണ്ട്. ഉണ്ടല്ലേ? പുള്ളി സുഖമായിട്ട് ജീവിക്കുമോന്ന് ഇപ്പോൾ നമ്മുടെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് പുള്ളിയുടെ രൂപമൊക്കെ. ഉണ്ടല്ലേ? മുടിയൊക്കെ നീട്ടി വളർത്തി വല്ലാത്ത രൂപമൊക്കെ ആയി കാണുന്നത്. തലമുടിയൊക്കെ നരച്ചല്ലോ. നരച്ച് നന്നായിട്ട് ഇപ്പോൾ പ്രായമായി കാണുന്നുണ്ടല്ലേ? ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? പറയാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആലോചിച്ച് നമ്മൾ പോലീസിനെ വിട്ട് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ ജോലിസിന് ഇവിടത്തിനുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. സുഖമായിട്ടുണ്ട്. പെണ്ണ് കെട്ടി വേറെ താമസിക്കും. കല്യാണം കഴിഞ്ഞോട്ടെ. കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിച്ചില്ല. ഇല്ല അല്ലേ? സുഖമായിട്ടാണ് ജീവിക്കുന്നത്. കല്യാണം കഴിച്ചില്ല എന്ന് വിചാരിച്ചാൽ സുഖക്കുറവ് വരുമല്ലോ. ഇല്ല. അപ്പോൾ അടിച്ചു പൊളിച്ചാണ് ഇളയപ്പാ, ഞങ്ങളെയൊക്കെ വഞ്ചിച്ചല്ലോ ഇളയപ്പാ. ഇളയപ്പം അവിടെ സുഖമായിട്ട് ജീവിക്കുവാണ്, ഇതൊന്നും അറിയാതെ. ഒരു കുഴപ്പമില്ല. പുള്ളി തിരിച്ചു വരുമായിരിക്കും ഇനി? തിരിച്ചു വരികയില്ല. വരത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ശരിക്കും ജോത്സ്യനെ ഞാൻ ഞെട്ടിപ്പോയി. ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് നമ്മുടെ ഉപാസന ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ പെൻഡലം പ്രവർത്തിക്കും. ആ പെൻഡലത്തോട് നമ്മൾ ചോദിക്കുന്നത് തന്നെ സമാധാനമൊക്കെ കിട്ടും. സത്യമായത് മാത്രം ചോദിച്ചാൽ നമ്മൾ ആ ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് നിന്നെങ്കിൽ മാത്രമേ പെൻഡലം ശരിയായി. ഇനി അടുത്ത കാര്യം, നമ്മൾ ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് സുകുമാരക്കുറുപ്പ്. അത് പുള്ളി ജീവനോടുണ്ടോ ഇല്ലെന്ന് നോക്കാം. അപ്പോൾ സുകുമാരക്കുറുപ്പ് നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, വർഷങ്ങളായിട്ട് ഒരു പാവത്തിനെ പറ്റിച്ച് കൊന്ന് കടന്നു കളഞ്ഞ സുകുമാരക്കുറുപ്പ് നീ ജീവനോടുണ്ടോ ഇല്ലെന്ന് ഇപ്പം അറിയാൻ പറ്റും. സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള യാത്രയാണ്. ഇപ്പോൾ എന്തുമാത്രം ചർച്ച നടക്കുന്നത്. ടി വി തുറക്കാൻ വയ്യ. സുകുമാരക്കുറുപ്പിനെ അവിടെ കണ്ട് ഇവിടെ കണ്ട് എന്തൊക്കെ ബഹളം കേൾക്കുന്നത്. ജീവിച്ചിരിപ്പില്ല. ഇരിപ്പില്ല അല്ലേ? ഉറപ്പാ. എത്ര വർഷം മുമ്പായിരിക്കും പുള്ളി മരിച്ചത്? എങ്ങനെ ഉണ്ടെങ്കിൽ പറയാം. കൃത്യമായിട്ട് പറയുന്നത് ഊഹമല്ല. 22 വർഷമായി മരിച്ചിട്ട്. അപ്പം സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ചുള്ള ഇനി ഓട്ടം വേണ്ട പോലീസുകാരെ. ഇവിടെ തെളിഞ്ഞത് ഇല്ല. വെറുതെ പൊട്ടന്മാരടന്ന് ഓടുക കേട്ടോ. അവിടെ കണ്ട് ഇവിടെ കണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയുന്നു. മരിച്ചു അല്ലേ? അപ്പോൾ അതിനുള്ള ക്ലൈമാക്സ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പിടിച്ചോട്ടെ സാർ. ഇതാണ് പെൻഡുലം എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് പിടിച്ച ഇതൊന്നും അറിയാൻ ഒക്കത്തില്ല അല്ലേ?
അതിപ്പോൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പെൻഡിലും കൈമാറാൻ പാടില്ല എന്നൊരു പ്രമാണം. അങ്ങനെയുണ്ട്, സോറി. അത് സാരമില്ല, നെഗറ്റീവ് വന്നാൽ ഞാൻ മാറ്റിക്കോളാം. അയ്യോ അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ എന്തിനാ അതിപ്പോൾ ഞാനങ്ങ് തന്നു മാത്രമേ ഉള്ളൂ. അയ്യോ, പണിയായതും വെച്ചിട്ട് കളിക്ക് പാടില്ല. നമ്മളിതിൻ്റെ ദോഷം വന്നാൽ അതിനെ നീക്കി ഗ്ലേസ് ചെയ്യാന്ന് പറയും. അതിനെ ഗ്ലേസ് അപ്പൊ ഞാനിത് സത്യം പറഞ്ഞാലേ ഈ സാധനം കണ്ടിട്ടില്ല, അതുകൊണ്ട് പിടിച്ചേ ഉള്ളൂ. ഇതാണ് പെൻഡിൽ എന്ന് പറയുന്നത്. ഇതെന്ത് സംഭവം? അതെല്ലാം പെൻഡിലും തന്നെ ആണോ? ഓരോന്നിനും ഓരോ രീതിയാണോ? ഇത് പിച്ചളയാണ് ഈ സാധനം. ഇതിന് 72 ഗ്രാം തൂക്കമുണ്ട്. ഇതുമിറ്റൊക്കെ ചലിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ അത്ര എളുപ്പം ചലിക്കുകയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ചലിക്കും. ഞാനിത് തൃശ്ശൂർ പോയി ഒരു പെണ്ണിൻ്റെ സ്കൂളിൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ വലിയ പുള്ളികളൊക്കെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവരെ എടുത്തിട്ട് ഇത് അനങ്ങുന്നില്ല. അത് ഞാനിത് പമ്പരം കറങ്ങുന്ന പോലെ കറക്കി ചരിപ്പിച്ച് കാണിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് എല്ലാ കാര്യവും പറയാൻ പറ്റുമോ? പറ്റും. അതുകൊണ്ട് പറയുന്ന പോലെ തന്നെ ഇതുകൊണ്ടും പറയും. ഓക്കെ. ഇനി ഞാനൊരു കാര്യം, നമ്മുടെ ക്യാമറമാൻ സെൽവൻ, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യം പറയാൻ പറ്റും? അദ്ദേഹത്തിന് കല്യാണം നടക്കുമെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പെണ്ണ് കിട്ടാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും. ഉടനെ സാധ്യത ഉണ്ടോ? നോക്കട്ടെ, കല്യാണം കഴിച്ചതാണോ? അത് ഓക്കെ. അത് സത്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം പറ. അത് കൃത്യമായിട്ട് നമ്മുടെ ക്യാമറ കല്യാണം കഴിച്ചോ ഇല്ലെന്നുള്ള കാര്യമാണ് ഇപ്പം ജോത്സ്യം പറയാൻ പോകുന്നത്. ഇല്ല, വിവാഹം കഴിച്ചിട്ടില്ല. കൃത്യമായിട്ട് പിടിച്ചു. പൊന്നുമോനെ, നീ കണ്ട ആളൊന്നും അല്ല മോനെ, ഇത് ഒറിജിനലാണ്. അപ്പോൾ ഇനി സാധ്യതയുണ്ടോ? ഇത്രയും വയസ്സായി, മുടിയൊക്കെ നരച്ച് ചുളിവും വീണ്, ഇനി വല്ല സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഈ പ്രായത്തിൽ അതൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചുളിവും നരയൊന്നും പ്രശ്നമല്ല. എന്തായാലും നമ്മുടെ ക്യാമറമാന് കല്യാണം സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എത്ര വർഷത്തിനുള്ളിൽ നടക്കുമെന്ന് അറിയാൻ പറ്റുമോ? നോക്കട്ടെ. എല്ലാത്തിനും അന്നേരം തന്നെ മറുപടിയാണ് കേട്ടോ. നാളത്തേക്ക് മാറ്റുന്ന ഒരു കാര്യമില്ല ഇവിടെ. ഇതിപ്പോൾ ഒരു കൊല്ലം കാണുന്നുള്ളൂ. ഒറ്റ കൊല്ലത്തിൻ്റെ കല്യാണം എടുക്ക കള്ള ചിരിയുണ്ടോ? കുറേ ഒരു കൊല്ലത്തിന് കല്യാണം നടക്കും. സെറ്റപ്പ് ആയോടെ ഞാൻ അറിയാമല്ലോ. ഇപ്പം എൻ്റെ കൂടെ തന്നെ ഫുൾ ടൈം ഉള്ളത്. അതിനിടയ്ക്ക് ഇവിടെ വളച്ച് കിട്ടിയെന്ന് തോന്നുന്നു. ഒരു കൊല്ലത്തിന് നടക്കും അല്ലേ? അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് ക്യാമറമാനെ എൻജോയ്. ഓക്കെ. വേറെ എന്തെങ്കിലും ദുശാനമായിട്ട് വല്ലതും കാണുന്നുണ്ടോ? നല്ല വിവാഹം എന്താ ആണോ? നല്ല അല്ലേ? അപ്പോൾ അത്രയും മാത്രം മതി. അപ്പോൾ ഇനി എൻ്റെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും പ്രേക്ഷകർക്ക് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അറിയാം? അപ്പോൾ എൻ്റെ രഹസ്യങ്ങൾ എന്തെങ്കിലും സ്വാമി പുറത്ത് വിടുന്നത് എനിക്കറിയില്ല. എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാ കാര്യവും അറിയാൻ പറ്റും കേട്ടോ. ചിലർക്ക് ഭാവി കാര്യങ്ങൾ മാത്രം പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്. വേർപ്പം തോന്നിയേക്കരുത്. വക്രബുദ്ധിക്കാരനാണ്. പക്ഷെ എൻ്റെ ദൈവം, വക്രബുദ്ധിയാണ്. ഭയങ്കര വക്രബുദ്ധിക്കാരനാണ്. ആണോ? പക്ഷേ അത് ഞാൻ എഡിറ്റ് ചെയ്യും കേട്ടോ. അത് കേട്ട് എൻ്റെ പ്രേക്ഷകർ ചിലപ്പം അത്ര ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്യും. ബാക്കിയെല്ലാം പറയാൻ പറ്റുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെ ഒന്നും പറയണ്ട. ഞാൻ വാഴ പൊത്താൻ പോവാം. എന്നെ പറ്റി പറഞ്ഞാൽ മതി. ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല കേൾക്കാൻ. ഇനി രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാലേ അങ്ങ് ഈ പറയുന്ന ഇപ്പോൾ ഇവിടെ ഇരിക്കും, നമ്മളിരിക്കുന്നത് ഈ സ്ഥലത്താണ്. അമേരിക്ക നടക്കുന്ന കാര്യമൊക്കെ അറിയാൻ പറ്റുമോ? അതെല്ലാം നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നമ്മൾ അവിടെ ഇരിക്കുന്ന ആളിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് മനുഷ്യൻ്റെ കാര്യം മാത്രമേ അറിയാക്കത്തുള്ളൂ. ആരുടെ കാര്യം അറിയും, മൃഗങ്ങളുടെ കാര്യം അറിയണം, അതും അറിയാം. അപ്പോൾ നമ്മൾ ഇത്ര സ്ഥലത്ത് നിൽക്കുമോ? ഇവിടെയൊക്കെ വെള്ളത്തിന് സാധ്യത ഉണ്ടോ നോക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് വേറെ സംഭവിച്ചു. നമ്മൾ നാട്ടിലൊക്കെ കിണറിന് സ്ഥാനം കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഈ സ്വാമി ഇപ്പോൾ ജോത്സ്യന് ഇവിടെ ഇരുന്ന് ഇവിടെ വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഉണ്ടോ? അത് കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു ധ്യാനത്തിലേക്ക് മുഴുകുന്നു. കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുകയാണത്. ആ മനസ്സ് എവിടെയാണ് പോകുന്നത്? ഇത്രയും ഭാഗത്തൊന്നും വെള്ളമൊന്നും കിട്ടുമൊന്നുമില്ല. ഇല്ല, ഇവിടെ ഒന്നും വെള്ളമില്ല. അങ്ങോട്ട് വെള്ളമുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ കുഴിച്ചിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഭാഗത്തൊന്നും വെള്ളമില്ല അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായത്? പിന്നെ തീർച്ചയായിട്ടും ഭൂമിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പം ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നിന്ന് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇപ്പം സാധനം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറയാൻ പറ്റും. ഇപ്പം ഇവിടെ ഇരുന്ന കാർ കിടക്കുന്ന ഭാഗത്ത് അവിടെ വെള്ളം ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പറയാം. അപ്പോൾ ഇല്ല, നമ്മുടെ വണ്ടി ഇല്ല ഭാഗത്ത് നിർത്തിയിട്ടേക്കുക. അവിടെ വെള്ളം ഉണ്ടോ ഇല്ലെന്നാണ് ഇപ്പോൾ ജോത്സ്യം പറയാൻ പോകുന്നത്. അതുവരെ കൃത്യമായിട്ടൊന്നും പറയാം. അവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടും അല്ലേ? പറ്റാത്ത വെള്ളം കിട്ടും. കണ്ടോ? ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ ചെറിയ പുള്ളിയല്ലല്ലോ, വലിയ പുള്ളിയാണ്. പറ്റാത്ത കാര്യം വെള്ളം കിട്ടും. ഒരിക്കലും പറ്റത്തില്ല. ഒരിക്കലും പറ്റില്ല. ഇതിപ്പം വീട്ടുകളിൽ ചെന്നിട്ടാണോ ചെയ്യുന്നതോ എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ഇപ്പൊ അങ്ങയുടെ സേവനം നമുക്ക് വേണം, എന്ത് ചെയ്യണം? വേണമെന്നെ വിളിക്കണം. ഞാൻ സ്ഥലത്ത് എന്തെങ്കിലും ഇപ്പൊ കൃത്യമായിട്ട് അവിടെ വെള്ളം ഉണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ? അല്ല പറയണ്ട, മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചതാ. മാറ്റാൻ പറ്റുമൊക്കെ ചെയ്യും. ആ വീടിൻ്റെ എനർജിയെ ഞാൻ ഇവിടെ വിളിച്ച് വരുത്തി കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ ഹീൽ ചെയ്യും. ഹീൽ ചെയ്യുമ്പോൾ ആ പ്രശ്നം മാറും. മോഷണമൊക്കെ പോയ സാധനം കണ്ടുപിടിക്കാൻ വെച്ചാൽ അതൊന്നും നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചിലവാകുകയില്ല. ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ പോലീസുകാർക്ക് വേണമെങ്കിൽ അങ്ങയുടെ സേവനം ഉപയോഗിച്ചുകൂടെ? ഉപയോഗിക്കാൻ അതൊക്കെ കോടതി അംഗീകരിക്കുന്ന കേസൊന്നുമല്ല. അല്ല, ഇപ്പോൾ ഒരു സാധനം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അങ്ങേ വന്ന് കണ്ട് എവിടെ പോകേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൂടെ? അതൊക്കെ പറഞ്ഞെന്നിരിക്കും. അങ്ങനെ ആരും സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാൻ തയ്യാറല്ല. അത് ശരിയല്ല. അത്
ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത വൈരാഗ്യങ്ങൾ സമ്പാദിക്കുന്ന പരിപാടി അതൊക്കെയാണ് അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല. അപ്പൊ അങ്ങക്ക് അറിയാൻ പറ്റൂല്ലേ? എവിടെ പോലും എനിക്കറിയാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ക്ഷുദ്രാപചാരം ചെയ്ത് ആര് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പാടില്ല എന്നാണ് ആചാര്യം പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നാകാൻ നോക്കുന്നത് അപകടത്തിലേ തീരുള്ളൂ. അപ്പോൾ ആ ചെയ്ത ആളിനോട് പിന്നെ വൈരാഗ്യം തോന്നും, വല്ല ആപത്തും എന്തോ നമ്മളതിനെ സാക്ഷിയല്ലേ നോക്കുന്നത്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആള് പറയലെന്നാ പറഞ്ഞത്. സംഗതി ഒരു ഭൂമിയിൽ ഒരു സാധനം കുഴിച്ചിട്ടേക്കുക, ആ ദോഷം അല്ലെങ്കിൽ കൂടോത്രം നമ്മുടെ നാട്ടിൽ പറയാം, അതെല്ലാം കണ്ടെത്താൻ പറ്റും. എവിടെ കിടന്നാലും കണ്ടുപിടിക്കും. ഇതെങ്ങനെ പറ്റി, എങ്ങനെ കിട്ടിയ കഴിവ്? നമ്മൾ ഇതാണ് ഉപാസന ചെയ്തൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇത് പ്രാക്ടീസ് കൊണ്ടാണ്, അല്ലാണ്ട് ചുമ്മാ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് വരുന്ന ദോഷമൊക്കെ കൃത്യം അറിയാൻ പറ്റും. അതും അറിയാൻ പറ്റും. ആര് മരിക്കും, മരണത്തിന്റെ സമയം പറഞ്ഞാൽ അതെല്ലാം നമ്മൾ പറയും. ആരും ഒന്നും അംഗീകരിക്കില്ലാത്ത കാര്യമല്ലേ. ഞാനിതൊക്കെ ആരെങ്കിലും മരണം പ്രവചിച്ചിട്ടുണ്ടോ? ഇല്ല. അതിൽ തൊട്ടുള്ള കളിയില്ല. അതിന് പറയുന്നത് അത് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങേക്ക് അറിയാൻ പറ്റും. അറിയണമെന്ന് വെച്ചാൽ അറിയും. ഞാനത് ശ്രദ്ധിക്കാറില്ല. ഞാൻ അത്രയും എത്രാമത്തെ വയസ്സിൽ മരിക്കും അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ വേണേ ഉപായത്തിലൊക്കെ നോക്കി പറയുന്നു മാത്രം. ചിലപ്പം മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോൾ അങ്ങോട്ടും ഇച്ചിരി മാറാമലായി വരുന്നു. അല്ല, ഈ ദുരന്തങ്ങൾ വരുന്നതും ഒക്കെ അറിയാൻ പറ്റും. ദുരന്തങ്ങൾ വന്ന് അതും അറിയാൻ പറ്റും. ഈ കൊറോണ ഒക്കെ വന്നത് അറിഞ്ഞായിരുന്നോ? ഇല്ല. ഇനി ഒരു ദുരന്തം ഭൂമിയിൽ വരുമോ? എന്തെങ്കിലും കൊറോണ പോലുള്ള സംഭവം വരുമോ? അതോടെ നോക്കി പോലെ 8-10 കൊല്ലം കൊണ്ട് പണ്ട് പറഞ്ഞാലേ ഇവിടെ ചുവരപ്പുഴ ഒഴുകുന്ന ഭാരതത്തില്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ കരുതിയിരിക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോവുകയാണ്. കൊറോണ ഇനി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ പഴയ 2018 വെള്ളപ്പൊക്കം ഇനി വരുമോ എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന സംഭവം ഇതാ സ്വാമി പുറത്തേക്ക് വിടാൻ പോവുകയാണ്. ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. എന്ത് സംഭവിക്കും, എവിടെയും സംഭവിക്കും. അദ്ദേഹം പറയാൻ പോവുകയാണ്. 27 സാരമില്ല. 27 സാരമില്ല. ഓക്കെ. 28 അത്ര സുഖമല്ല. ഇല്ലല്ലേ? ഞാൻ അങ്ങ് പരീക്ഷിക്കുമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു സാധനം ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചാൽ അങ്ങ് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള ഒരു സാധനം എവിടെയെങ്കിലും അദ്ദേഹം കാണാതെ ഒളിപ്പിച്ച് വെക്കും. അദ്ദേഹം കണ്ടുപിടിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു വെല്ലുവിളി. നോക്കട്ടെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് എന്തൊരു സാധനം ഒരു സാധനം നോക്കിയിട്ട് കാണത്തുമില്ല. ഒരു സമയത്ത് ഈ ഒരു കമ്പിൻ്റെ കഷണം ഞാൻ അദ്ദേഹം കാണാതെ ഒളിപ്പിച്ച് വെക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പെൻഡലും ജ്യോതിഷം എത്രത്തോളം വർക്ക് ചെയ്യുന്നുമില്ല എനിക്കറിയില്ല. അങ്ങ് ഒന്ന് കണ്ണടയ്ക്കുമോ? എവിടെ? അപ്പോൾ അദ്ദേഹം അറിയാതെ ഞാൻ ആ കമ്പ് എവിടെയോ ഒളിപ്പിച്ച് വെച്ചു. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഡൽ ജ്യോതിഷം സത്യമാണോ മിഥ്യയാണോ എന്നുള്ള ആ കാഴ്ചയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പണി ആയുധം എടുത്തു കഴിഞ്ഞു. കൃത്യമായിട്ട് അദ്ദേഹം ആ കമ്പ് എവിടെ ഒളിപ്പിച്ച് വെച്ചെന്ന് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം വാദിക്കുന്നത്. നോക്കാം എന്തായാലും. ഇതൊരു വെല്ലുവിളിയാണ്. അദ്ദേഹം കണ്ടുപിടിക്കുമോ ഇല്ലയോ? എനിക്ക് നെഞ്ചടിപ്പ് കൂടി കേട്ടോ. ഉണ്ട്. അദ്ദേഹം ആ കമ്പ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും നമ്മുടെ ജോത്സ്യനും തമ്മിലുള്ള വാശിയും വൈരാഗ്യം നിറഞ്ഞിട്ടുള്ള വൈകാരികമായിട്ടുള്ള മനസ്സ് നടക്കാൻ പോവുകയാണ്. അദ്ദേഹം ആ കമ്പ് ഒളിപ്പിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. കണ്ടുപിടിക്കോ ഇല്ലയോ? നിങ്ങളെന്താ പറയുന്നത്? കണ്ടുപിടിക്കോ? അദ്ദേഹം വെല്ലുവിളിക്കുവാണ്. അദ്ദേഹം കണ്ടുപിടിക്കോ ഇല്ലയോ? നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. അദ്ദേഹത്തെ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. ആ അദ്ദേഹം കമ്പ് പോലും കണ്ടില്ല കേട്ടോ. അവിടെ ഉണ്ടോ നോക്കുന്നുണ്ട് കേട്ടോ. പലയിടത്തേ ഇത് ആ പെൻഡലും ജ്യോതിഷത്തിൻ്റെ ആ സാധനം ആ ഒരു സ്ഥാനം നോക്കിയിട്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ വെച്ച് അദ്ദേഹം കണ്ടുപിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ് പറയുന്നത്? അവിടെയല്ല, അവിടെ ഒന്നുമല്ല, അവിടെയല്ല. ആ ക്യാമറ അദ്ദേഹത്തെ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സർപ്രൈസിൻ്റെ നിമിഷമാണ്. അദ്ദേഹം ആ കമ്പ് അന്വേഷിച്ചുള്ള പോക്കാണ്. ഞാൻ ഒളിപ്പിച്ച് വെച്ച കമ്പ് കണ്ടുപിടിക്കുകയോ ഇല്ലയോ? എന്തായിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുന്നത്? എന്തായിരിക്കും ക്യാമറ പറയുന്നത്? കണ്ടുപിടിക്കുമോ? അദ്ദേഹം തലയാട്ടുന്നു കണ്ടുപിടിക്കുമെന്ന്. അപ്പം അത്ര ഉറപ്പാണ് നമ്മുടെ ഈ ജോലിസിനുള്ളത്. അണ്ണ എന്താ പറയുക? കണ്ടുപിടിക്കുമോ? നമ്മുടെ പ്രേക്ഷകൻ, നമ്മുടെ ഫോളോവർ ആവുന്ന നിങ്ങൾ ചോദിക്കട്ടെ. നമ്മുടെ ഫോളോവറിന് നമ്മൾ എവിടെ ചെന്നാൽ ഒരുപാട് ഫോളോവേഴ്സ് നമ്മുടെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ അണ്ണൻ നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്ഥിരമായിട്ട് കാണുന്നതാണ് അല്ലേ? പ്രോഗ്രാം കണ്ടോ? ഇത് ശരിക്കും കേട്ടോ, ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അണ്ണ ഔചാര്യമായിട്ട് വന്നതാണ്. എവിടെ സ്ഥലത്ത് ജോലി? ജോലിയാണ്. അപ്പൊ എന്തായാലും അടുത്ത പ്രോഗ്രാമിൽ അണ്ണ എന്തായാലും പരിചയപ്പെട്ടു. നമ്മുടെ ഫോളോവറാണ്. പ്രോഗ്രാം കൊള്ളാമോ? നല്ല സൂപ്പർ പരിപാടിയാണ്. ഈ തമിഴ്നാട്ടിലും ഒക്കെ അങ്ങ് പോയി ചെയ്യുന്നുണ്ടല്ലോ ഓരോന്ന്. അപ്പൊ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കോമഡി ഉണ്ട് അതിനകത്ത്. ഇത് കണ്ടോ, നമ്മുടെ കമ്പ് ഒളിപ്പിച്ചു വെച്ചു. അദ്ദേഹം അത് അന്വേഷിക്കുന്ന കൂട്ടത്തില്ല. എന്ത് പറയുന്നത്? കണ്ടുപിടിക്കുമോ? അദ്ദേഹം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഇത് പെൻഡൽ ജ്യോതിഷത്തിലൊക്കെ വിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്?
എനിക്ക് ജ്യോതിഷം വിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിന്റെ പെണ്ണിന്റെ ജ്യോതിഷം വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ എന്തായാലും അദ്ദേഹത്തെ ആ കമ്പ് ഒളിപ്പിച്ച് വെച്ചു. അദ്ദേഹം കണ്ടുപിടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. താങ്കൾ എന്ത് പറയുന്നു? എനിക്ക് ഇപ്പം കണ്ടിട്ട് തോന്നുന്നത് അദ്ദേഹം കണ്ടുപിടിക്കൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ വെച്ച് കണ്ട പേരെന്ന് പറഞ്ഞത്? എന്റെ പേര് മനു. മനു എന്ന് പറയുന്ന നമ്മുടെ ഫോളോവർ പറയുന്നു കണ്ടുപിടിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് വേറെ എവിടെയാണ് കേട്ടോ, ഇവിടെ ഒന്നുമല്ല. അദ്ദേഹം കണ്ടുപിടിച്ച് അടങ്ങത്തുള്ളൂ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള അവയർനെസ് സമൂഹത്തിൽ കൊടുക്കുന്നതല്ലേ? അല്ലേ? കൊടുക്കുന്നതല്ല, തീർച്ചയായിട്ടും. അത് ഒത്തിരി ഉപകാരമുണ്ട്. എനിക്ക് തോന്നുന്നു ഫോളോവേഴ്സിനൊക്കെ ഒത്തിരി ഉപകാരം കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. ഇത് സത്യമാണോ? പലതും നിങ്ങൾ പൊളിച്ചിട്ടുണ്ട് പല കാര്യങ്ങള്. അപ്പൊ അത് കേക്ക് പറയണ്ട. അപ്പൊ എന്തായാലും അപ്പൊ ഇനി വീണ്ടും കാണുമോ? പ്രോത്സാഹിപ്പിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ മനു ഫോളോവറിനെ കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷം. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ ജോൾസിൻ്റെ പുറകെ പോവുകയാണ്. നമ്മുടെ മനു എന്ന് പറയുന്ന ഫോളോവർ പറയുന്നു കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഞാനും വിചാരിക്കുവാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. എന്തായാലും അദ്ദേഹം കുറേ സമയമെടുത്ത് ഇങ്ങനെ ആകാംക്ഷയുടെ നിമിഷങ്ങളിങ്ങനെ ആകാംക്ഷയുടെ നിമിഷങ്ങളിങ്ങനെ മാറി മാറി പോവുകയാണ്. എന്താ ജോത്സ്യൻ, എന്താണ് അവസ്ഥ? അതിലേക്ക് ഉറപ്പിച്ച് വരാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ എന്തോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെൻസിൽ ജ്യോതിഷം അത്ര ഇന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ കുറേ അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം എന്താണെന്നുള്ളത്. എന്താണ് ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടിയിൽ തെളിഞ്ഞു വരുന്നത്? എന്താണ് അത് ശരിക്കും മറഞ്ഞിരിക്കുന്നത്? എന്താണത്? എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്നാണ് ഞാൻ പെൻഡിലത്തോട് ചോദിക്കുന്നത്. അപ്പോൾ പെൻഡിൽ അങ്ങോട്ട് ചലിച്ച് കാണിക്കുന്നുണ്ട്. അന്നേരം അവിടെ പിന്നെ സ്റ്റക്കാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സംഭവം അദ്ദേഹം കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരവില്ല. അദ്ദേഹം മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ജ്യോതിഷന്മാരെല്ലാം അത് നടക്കും ഇത് നടക്കും എന്ന് പറയുന്നതല്ലാതെ ഇദ്ദേഹം ചെയ്യാൻ കാണിച്ച തൻ്റെ ഇടം ഭയങ്കര കേട്ടോ. അപ്പം എന്തായാലും അദ്ദേഹം ഇവിടെ ഒളിച്ച് നോക്കും. എനിക്ക് ചിരി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇല്ല പണ്ടേ ഇല്ല സ്കൂളിൽ പഠിക്കുമ്പോഴേ അത് ഒളിച്ച് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ആ ഒരു സെറ്റപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടുപിടിക്കുന്നത് ഭയങ്കര ഒരവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം ആ ശരിക്കും പറഞ്ഞാൽ കള്ളനും പോലീസും കളിയോട്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെൻഡിൽ നന്നായിട്ട് ആടുന്നുണ്ട്. പഴയ ആട്ടമല്ല, ഇപ്പം നല്ലതുപോലെ ആടുന്നുണ്ട്. എന്താണ് മുഖത്തെ ചിരി? കള്ളം ചിരിക്കുന്നുണ്ട്. ക്യാമറ മുമ്പ് ചിരി. കിട്ടിയ സാധനം കിട്ടിയോ? കണ്ടുപിടിച്ചു കേട്ടാ. എന്താ ഇത്ര താമസം? എന്താ കണ്ടുപിടിക്കാൻ? അപ്പൊ അത് കമ്പെടുത്ത് കാണിച്ച് ഇന്ന് കാണിക്കേ. നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പ്രേക്ഷകർ വിചാരിക്കും. കണ്ടോ, അദ്ദേഹം കുറേ ആട്ടിയെങ്കിലും അവസാനം ആട്ടത്തിന്റെ ഒടുവിൽ കണ്ടുപിടിച്ച്. എന്തായാലും കുറച്ച് വേർത്തല്ലേ? വേർത്തു. വിജയിക്കൂ ഇല്ലയോ എന്നുള്ളൊരു മനസ്സേ തിരിയുമല്ലോ. അപ്പൊ എന്തായാലും അവസാനം കള്ളനെ കണ്ടുപിടിച്ചു. ഇതൊക്കെ വാസം പറഞ്ഞ നിസ്സാരം. ഇതിനൊക്കെ കഷ്ടമല്ല. മണ്ണിന്റെ അടി കിടക്കുന്ന നിധിയെ കണ്ടുപിടിക്കൂ. നിധി കണ്ടുപിടിക്കും. ഇതുവരെ അത് പ്രാബല്യം വന്നിട്ടില്ല. അതിന് ഞാൻ അങ്ങനെ നിധിയെല്ലാം കണ്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ടോ? കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ സാധനം കയ്യിൽ കിട്ടുന്ന പോലെ എത്തിയിട്ടുണ്ട്. പക്ഷെ താന്നു പോകും. ആണല്ലേ? ഭൂമിക്കടിയിലോട്ട് പോകും. അങ്ങനെ പോകും. ഈ സാധനം സർപ്പം ഭൂതങ്ങൾ കാവല. അവര് തരികയില്ല. അവരുപേക്ഷിച്ചെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. ഈയിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ പിന്നെ കർണാടകത്തിൽ പോയിട്ടുണ്ടായിരുന്നു. സാധനം കിടക്കുന്ന പറമ്പിൽ 2-3 കിടപ്പുണ്ട്. അത് കണ്ടു. അത് എന്തേലും തൂക്കമുള്ള സാധനം അന്നുവരെയും കണ്ടു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് 6 അടി 7 അടി താക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു JCB കൊണ്ടൊന്ന് വേഗം താക്കാണെങ്കിൽ പണി എളുപ്പമെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞാൽ JCB കൊണ്ട് പണിത് പോയെങ്കിൽ സ്ഥലം കണ്ടു കിട്ടുമെന്നാണ് പറഞ്ഞു. അവരവിടെ മനുഷ്യൻ നിന്ന് ഈ ഭൂമിക്കടിയിലുള്ള ചിലപ്പോ ഡെഡ് ബോഡിയൊക്കെ കുഴിച്ചിടുമല്ലോ, അതെല്ലാം കൃത്യം അറിയാൻ പറ്റുമോ? ഡെഡ് ബോഡിയൊക്കെ പിന്നെ അങ്ങനെയെല്ലാം കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെന്നറിയാം. പക്ഷെ അത് ഡെഡ് ബോഡിയൊക്കെ ഒത്തിരി പഴക്കമൊക്കെ ആയിരിക്കും ഉള്ളതല്ലേ. അപ്പൊ എന്തായാലും എല്ലാത്തിനും ഫുൾ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാത്തിനും. അപ്പൊ എന്തായാലും ജോൺസിന്റെ പേര് പറഞ്ഞു? എന്റെ പേര് രവീന്ദ്രണ്ണൻ. ചെറിയ പുള്ളി അല്ലെന്ന് മനസ്സിലായല്ലോ. ഭൂമിക്കടിയിലുള്ളതും മേളിലുള്ളതും എല്ലാം ഉള്ളതും കൃത്യം കണ്ടുപിടിക്കും അല്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്റെ പോക്കറ്റില് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് നോക്കാം. അപ്പൊ അതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുവാണെങ്കിൽ ഒരു സൗരോടെ ഞാൻ കൊടുക്കും. നോക്കട്ടെ. അപ്പോൾ എൻ്റെ 2 പോക്കറ്റാണ്. അതിനകത്ത് കുറച്ച് പൈസ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര ആണെന്നുള്ളത് പറയണ്ട, അല്ലെങ്കിൽ നോട്ടാണോ ചില്ലറയാണോ എന്ന് പറഞ്ഞാലും മതി. 10,000 രൂപ വരെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 10,000? പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങേ കുറ്റം പറയില്ല, ഒരു പൈസ പോലും ഇതിനകത്തില്ല. അത് അവിടെ ഉണ്ടോ? ഒന്നുമില്ല, പൈസ ഒന്നുമില്ല. അപ്പം അത് പാൻറ്റിനകത്ത് ഉണ്ടോന്നാണോ ചോദിച്ചത്? ആ, പാൻറ്റിനകത്ത്. താങ്കളുടെ കൈവശം അല്ല, പാൻറ്റിനകത്തിൻ്റെ കാര്യമാണ്. അപ്പം അത് ശരി. അപ്പം അത് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു പാളിച്ചുള്ള പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും
എല്ലാത്തിനും ഹോൾസെയിലായിട്ട് നമ്മുടെ രവീന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും പെൻഡലം ജ്യോതിഷത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ അറിവായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാത്തിനും ഇവിടെ സമീപിക്കുക. കൂടെ കാണുമല്ലോ ഞങ്ങളുടെ കൂടെ. കാണും. അപ്പം പോലീസിനെ സഹായിക്കാനായാലും അല്ലെ എന്തെങ്കിലും പോലീസിൻ്റെ സഹായം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അത് വേണ്ട അല്ലേ? അത് ഇച്ചിരി മോശമാണ്. അത് നമ്മൾ ചീത്തയാണ് ഇടപാടാണ്. എന്തിനാ വേഷം കിട്ടാൻ പോകുന്നത്? ശരി, അത് മോശമാണ്. അവസാനം നമ്മൾ അവരുടെ ചീത്ത അത് വേണ്ട. പോലീസിന് മാത്രം നമ്മുടെ സേവനം ഇല്ല കേട്ടോ. മായ്ച്ചു കളഞ്ഞു ഒന്നുമില്ല. അത് അവരുടെ പണി ചെയ്തു. നിങ്ങളുടെ പണി ചെയ്തു. അതിനുള്ളിൽ നമ്മൾ നിങ്ങളെ നിയമിച്ചേക്കുന്നത് നമ്മൾ അതിനൊന്നും നമ്മളെ കിട്ടത്തില്ല. എന്തായാലും രവീന്ദ്രണ്ണൻ്റെ ഈ ജ്യോതിഷ വിശേഷങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ വീണ്ടും ഒത്തുവിട്ട് എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇതിൽ പറയേണ്ടതാണ് വേറെ ഒന്നും പറയാനില്ല. ഇതെല്ലാം പറഞ്ഞാൽ കൂടിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗംഭീര എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഗംഭീര എപ്പിസോഡോട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും